നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് തന്നെ പോകുന്നു. പുതിയ രാഷ്ട്രീയ മുന്നണി രൂപീകരിച്ച PV അൻവർ. ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി രൂപീകരിച്ചത് തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണയോടെ. M സ്വരാജും PV അൻവറും അഡ്വക്കേറ്റ് മോഹൻ ജോർജും ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകും. വിവരങ്ങളുമായി D ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, പുതിയ രാഷ്ട്രീയ മുന്നണി രൂപീകരിച്ചിരിക്കുകയാണ് PV അൻവർ. കൂടുതൽ വിവരങ്ങൾ. UDF-നും LDF-നുമെതിരെ ശക്തമായ മത്സരം കാഴ്ചവെക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കൂടെ ചേർക്കാൻ പറ്റുന്ന ആളുകളെയെല്ലാം ചേർത്തുകൊണ്ട് ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്ന പേരിൽ ഒരു പുതിയ മുന്നണിക്ക് PV അൻവർ രൂപം നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ തലപ്പത്ത് തൃണമൂൽ കോൺഗ്രസ് തന്നെയായിരിക്കും. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടതെന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു വ്യക്തത ഇതുവരെയും PV അൻവർ വരുത്തിയിട്ടില്ല. എന്തായാലും ഇന്ന് പത്രിക സമർപ്പിക്കുന്നതോടുകൂടി തന്നെ മത്സരം അവസാന ലാപ്പിലേക്ക് എത്തും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം ഇനി പ്രചരണ പരിപാടികളിലേക്ക് എല്ലാവർക്കും ഇറങ്ങിയേ മതിയാവുള്ളൂ. എല്ലാ മുന്നണികളും പ്രചരണ പരിപാടിയിലേക്ക് കടക്കും. അതേസമയം UDF കൺവീനർ അല്പസമയം മുമ്പ് വാർത്താസമ്മേളനം വിളിച്ച അൻവറിനെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു. പ്രത്യേകിച്ചും അൻവറിന് മുമ്പിൽ ഇനി UDF-ൻ്റെ വാതിലുകളില്ല, വാതിലുകൾ അടഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ചർച്ചയില്ല, ഒരു സ്ഥിരതയില്ലാത്ത അഭിപ്രായം പറയുന്ന ആളാണ് അൻവർ. ഒപ്പം വാക്കിന് വില കൽപ്പിക്കുന്നില്ല തുടങ്ങിയ തരത്തിലുള്ള പരാമർശങ്ങൾ അദ്ദേഹവും നടത്തി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ അർത്ഥം UDF-ന് സാധ്യതകൾ അല്ലെങ്കിൽ UDF പ്രവേശനത്തിൻ്റെ സാധ്യതകൾ പൂർണ്ണമായും അൻവറിന് മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെട്ടു എന്ന് തന്നെയാണ്. കാരണം ഇന്നലെയൊക്കെ പുറത്തു വന്ന വാർത്ത അൻവറിനെ പിണക്കി മാറ്റിയതിൽ മുസ്ലിം ലീഗിന് അതൃപ്തിയുണ്ട് എന്ന തരത്തിലേക്കൊക്കെ ചില വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഇന്ന് UDF കൺവീനർ തന്നെ പറഞ്ഞൊരു കാര്യം, അത്തരത്തിൽ ഒരു UDF-ലെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന് ഒരു തരത്തിലുള്ള പരാതിയുമില്ല. അവർ കോൺഗ്രസ് എടുത്ത തീരുമാനത്തോടൊപ്പം തന്നെയാണ്. UDF ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നതും തെരഞ്ഞെടുപ്പിൽ അത് വലിയ തരത്തിൽ വിജയം ഉണ്ടാകും എന്ന് അടൂർ പ്രകാശ് പ്രതീക്ഷ പങ്കുവയ്ക്കുകയും ചെയ്തു. അതേസമയം ഇന്ന് വൈകിട്ട് നാളെ ചേരാനിരുന്ന UDF യോഗം ഇന്ന് വൈകിട്ട് അവിടെ തന്നെ, അതായത് നിലമ്പൂരിൽ തന്നെ ചേരുന്നുണ്ട്. അതിൻ്റെ സ്ഥലം സമയവും തീരുമാനിച്ചിട്ടില്ല. UDF കൺവെൻഷന് തൊട്ട് പിന്നാലെയായിരിക്കും യോഗം ചേരുക. അതിൽ വെച്ച് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും എന്നാണ് UDF കൺവീനർ പറയുന്നതെങ്കിലും ഈ അൻവറിൻ്റെ നിലപാടുകൾ അതിൽ ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. കാരണം പല തരത്തിൽ ആരോപണങ്ങൾ അൻവറിനെ ഉൾപ്പെടുത്താത്തതിൻ്റെ പേരിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിട്ടുണ്ട്. അത് ഇന്നലെയും പ്രതിഷേധമായി ഉയർന്നു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഈ UDF യോഗത്തിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. UDF-ൻ്റെ നേതാക്കന്മാരെല്ലാം തന്നെ നിലമ്പൂരുള്ള സാഹചര്യത്തിലാണ് ഒരു UDF യോഗം നാളെ നടത്താനെന്ന യോഗം ഇന്ന് നിലമ്പൂരിലേക്ക് വൈകുന്നേരത്തേക്ക് മാറ്റിയിരിക്കുന്നത്. ഇതിൽ അവസാനവട്ട തീരുമാനങ്ങളുണ്ടാവും. അതിനുശേഷം UDF കൺവീനർ മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. എന്തായാലും അൻവറിൻ്റെ മുന്നിലേക്ക് UDF-ൻ്റെ വാതിലുകൾ അടഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇനി അൻവർ മത്സരരംഗത്തുണ്ടാകും. മത്സരത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്യും. മത്സരത്തിൽ അദ്ദേഹത്തിന് ഇനി മുന്നോട്ട് പോയേ മതിയാകുള്ളൂ. അതുകൊണ്ട് തന്നെ UDF-ഉം അദ്ദേഹത്തെ കൈവിട്ടിരിക്കുന്നു എന്ന് പറയാൻ കഴിയും. അതേസമയം അൻവറിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ CPM വലിയ ശക്തമായ പ്രതിഷേധമാണ് പറഞ്ഞിരുന്നെങ്കിൽ തന്നെയും ഇന്നും അത്തരത്തിലുള്ള എതിർപ്പും വിയോജിപ്പും അൻവറിനെതിരെ CPM നേതാക്കളും പുറത്തു പറയുന്നുണ്ട്. അത്തരത്തിൽ അൻവറിനെ ഒരിക്കൽ പോലും ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരാളാണ് എന്ന തരത്തിലൊക്കെയുള്ള പ്രസ്താവനകൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും അൻവറിനെതിരെ UDF കടുത്ത മത്സരം തന്നെ കാഴ്ചവെക്കുമെന്ന് ഉറപ്പായി. ഏത് വിധത്തിലെങ്കിലും തന്നെ വിജയം കൈവരിക്കുക, അതിനുള്ള എല്ലാ അടവുകളും ഉപയോഗിക്കാൻ UDF തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാരെല്ലാം തന്നെ നിലമ്പൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇന്ന് ചേരുന്ന UDF യോഗത്തിന് ശേഷം ബാക്കിയുള്ള നേതാക്കന്മാർ ആരൊക്കെയാണ് അവിടെ എത്തുക, എന്തൊക്കെയാണ് പരിപാടികൾ, എങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ എന്നൊക്കെ വ്യക്തമാവും. ആതിര. തീർച്ചയായും ബിനോയ്, കടുത്ത പോരാട്ടമാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ് മുന്നണികൾ. മുഖ്യമന്ത്രി വീണ്ടും നിലമ്പൂരിൽ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ ജനങ്ങളിൽ നേരിട്ട് എത്തി വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു പ്രചരണ രീതി തന്നെയാണ്, വ്യത്യസ്തമായ പ്രചരണ രീതി തന്നെയാണ് നിലമ്പൂരിൽ ഓരോ സ്ഥാനാർത്ഥികളും മുന്നണികളും സ്വീകരിക്കുന്നത്. അതെ, അങ്ങനെ തന്നെ പറയാൻ കഴിയും. കാരണം എല്ലാവർക്കും ഇതൊരു അഭിമാന പ്രശ്നമാണ്, അഭിമാന പോരാട്ടമാണ്. UDF-ന് ഇത് ജയിച്ചേ മതിയാവുള്ളൂ. അല്ലെങ്കിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും വലിയ തരത്തിൽ പിന്നോക്കം പോകുമെന്ന് UDF നേതാക്കന്മാർക്കറിയാം. ഒപ്പം UDF പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അത് അൻവറിൻ്റെ വിജയമായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത്. കാരണം LDF വിട്ടതിന് ശേഷം UDF-നൊപ്പം ചേർന്ന് നിൽക്കാനായിരുന്നു അൻവറിൻ്റെ തീരുമാനം. ചില പ്രത്യേക ഘട്ടത്തിൽ മാത്രമാണ് അൻവർ ഇപ്പോൾ UDF വിട്ട് പിന്നോക്കം പോയിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ
ഇത്തരത്തിൽ UDF-നുണ്ടാകുന്ന പരാജയത്തെ അൻവർ നന്നായി മുതലെടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതേസമയം LDF-നെ സംബന്ധിച്ചിടത്തോളം മൂന്നാം ഭരണം അല്ലെങ്കിൽ മൂന്നാം വട്ട ഭരണം എന്നുള്ളതാണ് അവരുടെ മുന്നിലുള്ളത്. അതിൻ്റെ തുടക്കം എന്ന നിലയ്ക്കാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നതും. ഇവിടെ സ്വരാജ് വിജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ വലിയ തരത്തിലുള്ള വിജയം കൈവരിക്കാൻ കഴിയും എന്നാണ് CPIM നേതാക്കന്മാർ പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ക്യാപ്റ്റൻ എന്ന് വിശേഷിക്കപ്പെടുന്ന മുഖ്യമന്ത്രി തന്നെ നിലമ്പൂരിലേക്ക് ഇനിയും എത്തുന്നത്. 3 ദിവസം അദ്ദേഹം അവിടെ ഉണ്ടാകും. എല്ലാ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചും അദ്ദേഹത്തിൻ്റെ പ്രചരണ പരിപാടികളുണ്ടാകും. നേരിട്ട് ജനങ്ങളുമായി സംവദിക്കും. ഇത്തരത്തിൽ CPIM തന്നെ വലിയ തരത്തിലുള്ള പ്രചരണ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നു. എന്ത് വില കൊടുത്തും നിലമ്പൂരിൽ വിജയിക്കുക, അതിനപ്പുറത്തേക്ക് CPIM-ന്റെ മുന്നിൽ മറ്റൊന്നുമില്ല. ആതിര. ബിനോയ്, സ്വരാജും PV അൻവറും അഡ്വക്കേറ്റ് മോഹൻ ജോർജും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മത്സരിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടെന്ന് അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് മനസ്സിലായി നടക്കമുള്ള കാര്യമാണ് LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള സ്വരാജ് പറഞ്ഞിരിക്കുന്നത്. അതെ, സ്വരാജിന് വലിയ വിജയപ്രതീക്ഷയാണുള്ളത്. കാരണം അൻവർ ഒരിക്കൽ പോലും LDF-ന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഒരു വഴിമുടക്കിയാകില്ല എന്ന് തന്നെയാണ് നേതാക്കളും വിലയിരുത്തുന്നത്. കാരണം അൻവറിനെ പോലുള്ള ഒരു നേതാവ് LDF വിട്ട് UDF-ലേക്ക്, LDF-ന്റെ ഘടകമല്ലായിരുന്നു, ഭാഗമല്ലായിരുന്നെങ്കിൽ പോലും CPIM പിന്തുണയോടുകൂടി മത്സരം ജയിച്ച സ്വതന്ത്രൻ ആയിരുന്നു അൻവർ. ആ അൻവർ ഒരിക്കൽ പോലും വലിയ ഒരു എതിർശക്തിയായി CPIM-ന് മാറില്ല എന്നുള്ള പ്രതീക്ഷയാണ് നേതാക്കന്മാർ പങ്കുവയ്ക്കുന്നത്. പ്രത്യേകിച്ചും CPIM-ആയിട്ട് ഇടഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ CPIM-ന്റെ വോട്ടുകൾ അൻവറിന് സമാഹരിക്കാൻ കഴിയില്ല. പക്ഷേ ഇത്തവണ ഭീഷണിയായി മാറുക UDF-നാണെന്നായിരിക്കും CPIM നേതാക്കന്മാരുടെയും വിലയിരുത്തൽ. എന്നാൽ അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവറിനെ ഒരു കുറഞ്ഞതൊരു 20,000 വോട്ടെങ്കിലും ഈ മണ്ഡലത്തിൽ നിന്ന് പിടിക്കണം. അത് പിടിച്ചില്ല എങ്കിൽ അൻവർ എന്ന് പറയുന്ന MLA രാജിവെച്ചതിന് തൻ്റെ പരാജയമായി കണക്കാക്കപ്പെടുമെന്ന് അൻവറിനും അറിയാം. അതിനൊപ്പം തന്നെ BJP-യെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലായി ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. ആരെ മത്സരിപ്പിക്കണം, എങ്ങനെ, അല്ലെങ്കിൽ NDA മുന്നണിയിലെ മറ്റാർക്കെങ്കിലും ഇത് കൈമാറണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് അവരുടെ കേന്ദ്ര നേതൃത്വം കേരള കോൺഗ്രസിൻ്റെ ഒരു നേതാവിനെ തന്നെ പാർട്ടിയിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ പാർട്ടി മെമ്പർഷിപ്പ് നൽകിക്കൊണ്ട്, ഇന്നലെയാണ് മെമ്പർഷിപ്പ് നൽകുന്നത്, ആ മെമ്പർഷിപ്പ് നൽകിക്കൊണ്ട് മത്സരിപ്പിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് അഡ്വക്കേറ്റ് മോഹൻ ജോർജ്. അങ്ങനെ വരുമ്പോഴേക്കും എല്ലാ മുന്നണികളും വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ മത്സരം കാഴ്ചവെക്കാൻ നിലമ്പൂരിൽ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇന്ന് പത്രിക സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് എല്ലാ പ്രചരണത്തിൻ്റെ വലിയ തരത്തിലുള്ള മുന്നോട്ട് പോക്കായിരിക്കും. പ്രത്യേകിച്ചും 3 മുന്നണികളും വലിയ തരത്തിലുള്ള പ്രചരണം നിലമ്പൂർ കേന്ദ്രീകരിച്ച് നടത്തും, വിവിധ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് നടത്തും. എല്ലാ നേതാക്കന്മാർക്കും ഓരോ പഞ്ചായത്തുകൾ ഉൾപ്പെടെയുള്ളവ നൽകിക്കൊണ്ട് തന്നെയാണ് ഇടത് മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി രംഗത്തെത്തിയിരിക്കുന്നത്. അത്തരത്തിൽ MLA-മാർ ഉൾപ്പെടെയുള്ളവരെ, MP-മാർ ഉൾപ്പെടെയുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ തരത്തിലുള്ള പ്രചരണ പരിപാടികളാണ് 2 മുന്നണികളും BJP-യും എല്ലാം തന്നെ നിലമ്പൂർ കേന്ദ്രീകരിച്ച് പദ്ധതിയിട്ടിരിക്കുന്നത്. ആതിര. ശരി ബിനോയ്, പുതിയ രാഷ്ട്രീയ